ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് ശ്രീകാന്ത് തൻ്റെ അമ്മയോട് വിക്രമിന് അറസ്റ്റായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേട്ടിട്ട് വേദരമ്മ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. ഈ ഒരു വിവരം നീ ഒരു കാരണവശാലും അച്ഛനെ അറിയിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് ശരി, ഈ ഒരു വിവരം മീഡിയ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നാളെ എന്തായാലും പേപ്പറിൽ വരുമ്പോൾ അച്ഛൻ അറിയുമെന്ന് പറയണം. അത് കേട്ടോടുകൂടി വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേദയുടെ അമ്മ. ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീജ രാത്രി കിടക്കാനായിട്ട് മുറിയിലോട്ട് വരികയാണ്. അപ്പോൾ വിശ്വം ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ശ്രീജ വിശ്വത്തിനോട് ചോദിക്കുകയാണ്, വിക്രം ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ അതെന്ന് പറഞ്ഞിട്ട് വിശ്വം ഇങ്ങനെ വലിക്കുകയാണ്. എനിക്ക് ഏതായാലും വിശ്വാസമുണ്ട് വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന്. അവൻ ഒരിക്കലും കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ അവരെ മദ്യത്തിൻ്റെ വാടകയായിരുന്നു എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് ശ്രീജ പറയുന്നുണ്ട്. ശരി, ഏതായാലും ആ രമ്യ തന്നെ അവനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛൻ എന്തിനാണ് അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞത്? ഒരു വഴി കിട്ടിയപ്പോൾ എത്രയും പെട്ടെന്ന് അയന്ന് തലയോരാണെങ്കിലും നോക്കേണ്ടതെന്ന് ശ്രീജ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ വിശ്വം പറയണം, ഈ ഒരു കഥ കേട്ടിട്ടുണ്ടോ, ശിബിരാജാവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഇല്ല എന്ന് ശ്രീജ പറയുമ്പോൾ ആ ഒരു കഥ വിശ്വം പറയണം. അതായത് ഒരു രാജാവിൻ്റെ അടുക്കിലേക്ക് ഒരു പ്രാവും പരുന്തും പറന്നു വരും. പ്രാവ് പരുന്ത് എന്നെ തിന്നാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. പക്ഷെ പരുന്ത് പ്രാവ് എൻ്റെ ഇരയാണ്, അതിനെ എനിക്ക് വിട്ടു തരണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ ഒരു ടൈമിൽ ശിബിരാജാവ് തൻ്റെ തൊടയിലൊരു കഷ്ണം മുറിച്ചിട്ട് പരുന്തിന് തിന്നാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ പഠിപ്പിച്ച് അച്ഛൻ ഭയങ്കര ദാനധർമ്മിണിയായി മാറിയിരിക്കുകയാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാതായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് സംഭവം എന്ന് പറയണം. ഏതായാലും അവന് ഇപ്പം ആ ഒരു ടൈമിൽ പോലീസുകാർ വിട്ടാൽ പോലും തീർച്ചയായിട്ടും നാട്ടുകാർ അവൻ എന്തിനങ്ങോട്ട് പോയെന്ന് ചോദിക്കും. മാത്രമല്ല അതിൻ്റെ ദുരൂഹതകൾ മുഴുവൻ നിറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാവുമ്പോൾ അവന് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സത്യം എന്താണെന്ന് തെളിയിക്കും. ശേഷം നിരപരാധിയാണെങ്കിൽ അവനെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ മാനത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ് കേട്ടോ. എന്നാലും വളരെ വലിയ സംഭവം തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ശ്രീജ പറയുന്നുണ്ട്. ശേഷം വീണ്ടും ശ്രീജ പറയാണ്, ഒരിക്കലും വിക്രം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തിനും ഇത് കൂട്ടുകൊണ്ടിരിക്കുന്നത്, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് വിശ്വം കിടക്കാൻ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയെയും വിനായകനെയാണ് കേട്ടോ. അവരും റൂമിൽ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീജ പറയാണ്, കണ്ടില്ലേ നിങ്ങളുടെ അനിയൻ്റെ സ്വഭാവം, നിങ്ങളുടെ അമ്മയ്ക്ക് എപ്പോഴും അവനെയായിരുന്നു കാര്യം, അവനെയാണ് തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. ഇപ്പം എന്തായി? ഏതായാലും നിങ്ങളും വിശ്വേട്ടനൊന്നും ഇങ്ങനൊരു പണി ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ് കേട്ടോ. അതിന് ഞങ്ങൾ അത്രക്കാരല്ലല്ലോ എന്ന് പറയാണ്. നിങ്ങളിനി അത്രക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോലീസിലൊന്നും വിട്ടുകൊടുക്കില്ല, ഞാൻ തന്നെ ഇവിടെ വെച്ച് തീർത്ത് കളയുമെന്ന് പറയാണ് കേട്ടോ. ഏതായാലും വേദിക്കൊരു അടി കിട്ടിയപ്പോൾ സന്തോഷമായി. അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുക, നിലത്ത് നിൽക്കാൻ പറ്റാത്തത്ര ആനന്ദമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂട്ടം നിർത്തില്ല എന്ന് മനസ്സിലായപ്പോൾ വിനായകന്, നീ ഇങ്ങനെ കുശുമ്പ് പറഞ്ഞ് നിൻ്റെ കണ്ണിന് ചുറ്റും കറുത്തു പോയല്ലോ, നിൻ്റെ മുഖം കരിവാളിച്ചല്ലോ എന്ന് പറയാണ്. അത് കേട്ടിട്ട് നന്ദിനിക്ക് ടെൻഷൻ ആവണം. നന്ദിനി ശരി നിങ്ങൾ കിടന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണാടി പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേയല്ലോ കണ്ണിന് ചുറ്റും കറുപ്പ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം. ഈ ഒരു ടൈമിൽ വിനായകൻ എഴുന്നേറ്റിട്ട് അവളെ നോക്കിയിട്ട് പറയണം, ഇനി നീ കുശുമ്പ് തുടർന്നാൽ ആ കരിവാളിപ്പ് മുഖം മൊത്തം മാറുമെന്ന് പറയണം കേട്ടോ. പോ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അവൾ വിനായകനെ ചെയ്ത് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ പോലീസുകാർ, അതായത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് വന്നിട്ട് ഒരു ബുക്ക് കൊടുത്തിട്ട് ഇതിൽ സൈൻ ചെയ്യാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സൈൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടോ. കുറ്റസമ്മതമായിരിക്കില്ലേ, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം പറയും. ആ ഒരു ടൈമിൽ അവിടേക്ക് രാധ വരുന്നുണ്ട്. രാധ വന്നിട്ട് വിക്രമിനെ വിട്ടയക്കണം, വിക്രം ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ പോലീസുകാർ പറയണം, നീ ഇവൻ്റെ പഴയ സെറ്റപ്പ് ആയിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുകയാണ്. അപ്പോൾ അത് കേട്ടത് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുന്ന സാധനമുണ്ട്. വിക്രം ചൂടാവുന്നുണ്ട്. പക്ഷേ മതി നീ ഇവിടെ നിന്ന് പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് വേറൊരു ലേഡി പോലീസിനെ വിളിച്ചിട്ട് അവളെ പുറത്തേക്ക് വിട്ടാക്കുന്നുണ്ട് കേട്ടോ. ശേഷം പോലീസുകാരെല്ലാവരും കൂടെ വിക്രമിനെ അകത്ത് കയറിയിട്ട് നല്ല പൂശാണ്. നല്ല അടി കൊടുക്കുന്നുണ്ട്, അവനെ മദ്യം കുടിപ്പിക്കുന്നുണ്ട്. നല്ല അടി കൊടുത്തിട്ട് സത്യം സമ്മതിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വം വന്നിട്ട് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ന്യൂസ് കാണുകയാണ്. അതായത് വിക്രമിനെതിരെയുള്ള ന്യൂസ് വലിയൊരു
ഹെഡ്ലൈൻസോടുകൂടി പേപ്പറിൽ വന്നിട്ടുണ്ട് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് വളരെയധികം ടെൻഷനായിട്ട് ഉള്ളിൽ പോയിട്ട് അച്ഛ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ കൂടുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്താണ് ചോദിക്കുമ്പോൾ പേപ്പർ കൊടുക്കും. അപ്പോൾ പേപ്പറിൽ ന്യൂസ് വന്നു എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോൾ അതേ പീഡന കേസിൽ പ്രതിയായിട്ട് വിക്രം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഫോട്ടോയും കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വം പറയും. അത് കേട്ടിട്ട് കമലാമ്മ വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധാകരനൊന്നും പറയാനില്ല. സുധാകരൻ വിങ്ങാണ് കേട്ടോ. തൻ്റെ മാനം നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും ടെൻഷനുള്ളത്. ശേഷം അദ്ദേഹം പറയണം, രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ച് ഞാനാണ് ഇപ്പോൾ പീഡന കേസിലെ പ്രതിയായ ആളുടെ അച്ഛൻ എന്ന പേരും കൂടെ കേൾക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വീട്ടിലെ ജനലും വാതിലും ഒക്കെ അടച്ചു വെക്കുക, അല്ലെങ്കിൽ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്ന് കയറിയിട്ട് നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുമെന്ന് പറയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ വേദ പറയണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സത്യം അംഗീകരിച്ചതുപോലെ ആവില്ലേ, ഒരിക്കലും വിക്രം അത് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയണം. ഇനിയിപ്പോൾ സത്യം അതല്ല എന്നുണ്ടെങ്കിലും പുറത്ത് വന്നു കഴിഞ്ഞാലും ആരും അതിൽ മാറ്റം സംഭവിക്കില്ല. കാരണം പേപ്പറിലെ എല്ലാവരും ഇങ്ങനെയുള്ള വിവരങ്ങൾ മാത്രമേ വലുതാക്കി കൊടുക്കുകയുള്ളൂ. നല്ലവനായി വന്നു കഴിഞ്ഞാൽ പേപ്പറിലെല്ലാം ആരെയും അറിയിക്കുക പോലും ചെയ്യില്ല എന്ന് സുധാകരൻ മാഷി പറയുന്നുണ്ട്. അതിന് മറ്റു വഴികളും ഉണ്ടല്ലോ അച്ഛാ, സോഷ്യൽ മീഡിയ പോലുള്ള വഴികളുണ്ടല്ലോ എന്ന് പറയണം. അപ്പോൾ ഈ നാട്ടുകാരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ല എന്ന് പറയാണ് കേട്ടോ നന്ദിനി. അച്ഛമ്മ പോലും ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് വേദ പറയുമ്പോൾ അതൊരു റയർ പീസല്ലേ എന്ന് പറയാണ്. ആ ഒരു ടൈമിൽ സുധാകരൻ നന്ദിനി തുറച്ചു നോക്കുന്നുണ്ട്. ശേഷം എല്ലാം റെഡിയാക്കും എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.